Dear students, today's topic is Andrews isotherm of carbon dioxide. Isotherms എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. Isotherms are plots which are done at constant temperature. ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആക്കി വെച്ചുകൊണ്ട് നടത്തുന്ന അല്ലെങ്കിൽ വരയ്ക്കുന്ന ഏതൊരു പ്ലോട്ടിനെയും നമുക്ക് ഐസോതേം എന്ന് പറയാം. അപ്പോൾ തോമസ് ആൻഡ്രൂസ് വാസ് ദ ഫസ്റ്റ് സയൻറ്റിസ്റ്റ് ടു സ്റ്റഡി ദ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് ഫ്രം ഗ്യാസസ് ടു ലിക്വിഡ് ഇൻ കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുന്നതിനുള്ള കണ്ടീഷൻസ് അതിൻ്റെ സ്റ്റഡി നടത്തിയ സയൻറ്റിസ്റ്റാണ് തോമസ് ആൻഡ്രൂസ്. ഏകദേശം 10 വർഷത്തോളം സ്റ്റഡി നടത്തിയതിന് ശേഷമാണ് അദ്ദേഹത്തിന് അതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ ഇതിനകത്ത് ഈ എക്സ്പെരിമെൻ്റ് നടത്തിയതിൽ നിന്നും തോമസ് ആൻഡ്രൂസിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈവൻ ഇഫ് വി ആർ അപ്ലൈയിങ് വെരി ഹൈ പ്രഷർ, ഇഫ് ദ ഗ്യാസ് ഇസ് അറ്റ് എ ഹൈ ടെമ്പറേച്ചർ വി കനോട്ട് ലിക്വിഫൈ ദ ഗ്യാസ്. അപ്പോൾ ഒരു ഹൈ ടെമ്പറേച്ചറിലിരിക്കുന്ന ഒരു ഗ്യാസിൽ നമ്മൾ എത്രമാത്രം പ്രഷർ അപ്ലൈ ചെയ്താലും ആ ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ സാധിക്കത്തില്ല. ആൻഡ് ഫർദർ, with increasing temperature, the gases show significant deviation from ideal behavior. As we increase the temperature of the gas, the carbon dioxide gas deviate from ideal behavior. And he find out that at 30.98 degrees centigrade, the gas started changing into liquid. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട ടെമ്പറേച്ചർ എത്രയാണ്? 30.98 degree centigrade. So this is the experimental observation made by Andrews in the case of carbon dioxide. These are the different isotherms he plotted at different temperatures. 5 isotherms are plotted here. He measured pressure against volume and he plotted pressure against volume at different temperatures. So here there are 5 different isotherms. First one is drawn at 50 degree centigrade. The isotherm at 50 degree centigrade. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുക? ഈ ഒരു ഗ്രാഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ, as we reduce the വോളിയം അല്ലെങ്കിൽ നമ്മൾ എന്താ ഇവിടെ ചെയ്യുന്നത്, നമ്മൾ ഇതിനെ കംപ്രസ് ചെയ്യാണ്. വി ആർ കംപ്രസിങ് ദ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ്. അതായത് നിങ്ങൾ ഇമാജിൻ ചെയ്യുക, ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിനകത്ത് ഒരു പിസ്റ്റൺ വെച്ചിട്ടുണ്ട്, അതിനകത്ത് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ എടുത്തിരിക്കുകയാണ്. ആൻഡ് ദ ടെമ്പറേച്ചർ ഇസ് കെപ്റ്റ് അറ്റ് 50 degree centigrade. We are compressing the gas. നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യാണ്. പ്രഷർ അപ്ലൈ ചെയ്തിട്ട് പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വോളിയം കുറയും. അല്ലെങ്കിൽ when we are compressing the carbon dioxide gas, the volume gets reduced and the pressure goes on increasing. പ്രഷർ അങ്ങനെ ഇൻക്രീസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുകയാണ്, വോളിയവും കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് വോളിയം ഇത്രയുമായിരുന്നെങ്കിൽ ഇപ്പോൾ വോളിയം ഇത്രയുമാണ്. വളരെ വലിയ ഒരു വോളിയം ചേഞ്ച് അവിടെ വന്നു അല്ലേ? ഇവിടെ എന്താ സംഭവിക്കുന്നത്? പ്രഷർ ഈസ് ഇൻക്രീസിങ് ആൻഡ് വോളിയം ഈസ് ഡിക്രീസിങ്. സോ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആൻഡ് ദിസ് കണ്ടീഷൻ ഈസ് ഒബെയ്ഡ് ബൈ കാർബൺ ഡയോക്സൈഡ് അറ്റ് 50 degree centigrade. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? PV ഈസ് എ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുന്നത് ഏത് ലോയാണ്? ബോയിൽസ് ലോയാണ്. സോ the carbon dioxide gas at 50 degree centigrade is obeying Boyle's law, or we can say it is behaving ideally. അപ്പോൾ അവിടെ ലിക്വിഫാക്ഷൻ്റെ യാതൊരു ലക്ഷണങ്ങളും കാണുന്നില്ല. 50 degree centigradeൽ പ്രഷർ എത്ര ഹൈ ആയിട്ട് അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നമ്മൾ വോളിയം എത്ര മാത്രം കുറയ്ക്കാൻ ശ്രമിച്ചിട്ടും നമ്മളുടെ കാർബൺ ഡയോക്സൈഡ് ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ സാധിച്ചില്ല. ഓക്കെ, അവിടെ നിൽക്കട്ടെ. ഇനി എന്താ ചെയ്യുന്നത്? നമ്മൾ ഇനിയും ചെയ്യണം. എക്സ്പെരിമെൻറ്റുകളാകുമ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെരിമെൻറ്റ്, നമ്മൾ റിസർച്ചിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നിങ്ങൾ അറിയണം. നമ്മൾ റിസർച്ചിന് പോകുമ്പോൾ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷമാണ് നമുക്കൊരു റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യമേ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ പാടുണ്ടോ? ഇല്ല, വീണ്ടും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ? അപ്പോൾ ആൻഡ്രൂസ് എന്താണ് ചെയ്തത്? അടുത്ത വേറൊരു ടെമ്പറേച്ചറിൽ ഒരു ഐസോതേം വരയ്ക്കുകയാണ്. ദാറ്റ് ഇസ് 31.1 degree centigrade. He plotted pressure against volume. Here also he observed the same thing as in 50 degree centigrade. Same observation ആണ് നമ്മൾ കാണുന്നത് അല്ലേ? Then he plotted an isotherm at 30.98 degree centigrade. അതായത് 0.03 വ്യത്യാസത്തിലാണ് അടുത്ത ഐസോതേം അദ്ദേഹം പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിക്കേ. ആസ് വി കംപ്രസ് ദ ലിക്വിഡ് gaseous carbon dioxide, it reaches the point E, and after that the compression നടക്കുകയാണ്, വോളിയം കുറഞ്ഞു വരികയാണ്, പ്രഷർ കൂടി പോവുകയാണ്. ഈ ഒരു പോയിന്റിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ
എത്ര കംപ്രസ് ചെയ്തിട്ടും വോളിയത്തിന് വലിയ ചേഞ്ച് വരുന്നില്ല. വോളിയം ചേഞ്ച് വരാതെ ഇരിക്കുന്നത് ഗ്യാസസിനാണോ? അല്ല. വോളിയം ചേഞ്ച് വരാതെ ഇരിക്കുന്നു എങ്കിൽ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഇൻകംപ്രസിബിൾ ഈസ് എ ലിക്വിഡ്. നിങ്ങൾക്കറിയാലോ, ലിക്വിഡിനെ നമുക്ക് കംപ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം അല്ലല്ലോ. അപ്പോൾ ഫ്രം ഇ ഓൺവേർഡ്സ് ദ സബ്സ്റ്റൻസ് ഹാസ് ചേഞ്ച്ഡ് ഇറ്റ്സ് ഫേസ് ഇൻ ടു എ ലിക്വിഡ് ഫേസ്. സോ ഇവിടെ നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അറ്റ് ദ പോയിന്റ് ഇ ഓൾ ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ ദ ഗേഷ്യസ് സ്റ്റേറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ടു എ ലിക്വിഡ്. അപ്പോൾ ആഫ്റ്റർ ഇ അല്ലെങ്കിൽ ഫ്രം ഇ ടു എച്ച് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എക്സിസ്റ്റിംഗ് ആസ് എ ലിക്വിഡ്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു പോയിന്റിൽ എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ലിക്വിഡായിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. Critical temperature is the point at which the gas gets liquefied, and the pressure corresponding to that critical point is known as the critical pressure, and the volume is known as the critical volume. So 73 is the critical pressure in the case of carbon dioxide gas. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? വേറൊരു ഐസോതേം ഒന്ന് പല പല ടെമ്പറേച്ചറിൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിനകത്ത് രണ്ടെണ്ണം വെറുതെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണ്. ഐസോതേം at 21.5 degree centigrade and one at 13.1 degree centigrade. Curves for temperature ranging from 13.1 degree to 48.1. ഇത് 15-നകത്ത് പല പടങ്ങളിലും പല ടെമ്പറേച്ചറുകളായിരിക്കും കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പലത് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രഷർ ഈസ് റേഞ്ചിങ് ഫ്രം 50 to 100 atmosphere. ഇവിടെ പ്രഷർ 50 ആണെങ്കിൽ ഇവിടെ 100 എബോവ് 100 വരെയൊക്കെ നമ്മൾ പോയിട്ടുണ്ട്. Above a temperature of the carbon dioxide resembles that of an ideal gas. As temperature is lowered, the isotherm exhibit distortion and gradually increases, which is indication of 31.4. there is a break which suggests that gas can be liquefied under compression. ഇത് നിങ്ങളത് നോക്കണ്ട കേട്ടോ, ഈ ടെമ്പറേച്ചർ നോക്കിയാൽ മതി. 30.98 എന്നുള്ളത്. ചെറിയ ചെറിയ വേരിയേഷൻസ്, ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻസ് പലതിനകത്തും കാണാറുണ്ട്. നമ്മൾ പലതിൽ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്തെടുത്തപ്പോഴത്തേക്കും ഈ ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ ചെറിയ വേരിയേഷൻ ഒന്നും കറക്റ്റായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ടെമ്പറേച്ചർ 30.98 degree centigrade. ഈ ഡയഗ്രാമാണ് കറക്റ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ 21.5 degree centigradeലുള്ള ഐസോതേമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. Along A to B, the carbon dioxide is existing as the gas and the volume is getting reduced as it is compressed and the pressure goes on increasing. വളരെ ചേഞ്ച് ആണ്. ഇവിടോട്ട് വരുമ്പോഴേക്കും പ്രഷർ ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. At the point B, from B to C there is a horizontal portion. That means the pressure is not changing. അല്ലേ? പ്രഷർ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. വോളിയം ഈസ് ഗെറ്റിംഗ് റെഡ്യൂസ്ഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? എന്തുകൊണ്ടാണ് പ്രഷർ ഉണ്ടാകുന്നത്? പ്രഷർ ഈസ് ഡ്യൂ ടു ദ ബൊംബാർഡ്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് ഓൺ ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. പ്രഷർ കൂടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്രസ് ചെയ്യുകയാണെങ്കിൽ ഏരിയ കുറയുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രഷർ കൂടണം, കാരണം കുറച്ച് ഏരിയയും കൂടുതൽ ആൾക്കാരുമാണ്. അപ്പോൾ നല്ലവണ്ണം പ്രഷർ കൂടി വരേണ്ടതാണ്. പക്ഷെ ഇവിടെ വരുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? ആ കൂടി വരുന്ന ആൾക്കാരെല്ലാവരും ലിക്വിഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ എന്നുവെച്ചാൽ നമ്മളുടെ നമ്മൾ ഈ കസേരകളിയുടെ കാര്യം പറഞ്ഞതുപോലെയാണ്. കസേര കളിച്ച് വരുമ്പോഴേക്കും കസേരയുടെ എണ്ണം കുറയുമ്പോൾ ആളിനെ നമ്മൾ അടുത്ത റൗണ്ടിൽ ഒരു ആളിനെ നമ്മൾ ഔട്ടാകും, വീണ്ടും കസേരയുടെ എണ്ണം കുറയ്ക്കും. അങ്ങനെയല്ലേ നമ്മൾ പോവുക. അപ്പോൾ ആളുകൾ ഔട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആളുകൾ ഔട്ടായിക്കൊണ്ട് പോകുന്നതിന് പകരം അവർ ലിക്വിഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇമാജിൻ ചെയ്താൽ മതി. As we compress the system, the excess particles which are existing as gaseous molecules get converted to liquid. പ്രഷർ അങ്ങനെ തന്നെ നിൽക്കും. പ്രഷർ അങ്ങനെ നിൽക്കും. ആരാണോ പ്രഷർ കൂട്ടാൻ വേണ്ടി വരുന്നത് അവൻ്റെ തലയ്ക്കൊരു അടി ഓടിച്ചിട്ട് അവനെ ലിക്വിഡാക്കിയിട്ട് അവിടെ ഇടും. മനസ്സിലായോ? അപ്പോൾ ഒരുത്തനും അങ്ങനെ തല പൊക്കി വരണ്ടെന്ന് പറയും. അവന്മാരെല്ലാം ലിക്വിഡായിട്ട് അങ്ങ് മാറ്റും. സി വരെ വരുമ്പോൾ എന്ത് സംഭവിക്കും? തല പൊക്കുന്നവന്മാരുടെ എല്ലാം കഥ കഴിയും. എല്ലാവരും ലിക്വിഡായിട്ട് മാറും. From C onwards, the carbon dioxide is existing as liquid. So there is no gaseous particles from C. Up to C there exists. From B to C there is a coexistence of gaseous carbon dioxide and liquid carbon dioxide from B to C. അതേസമയം സിയിൽ എത്തിക്കഴിയുമ്പോൾ എല്ലാ ആൾക്കാരും
എന്തായിട്ട് മാറിക്കഴിഞ്ഞു? ലിക്വിഡ് ആയിട്ട് മാറിക്കഴിഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഈ അലോങ് ദിസ് CD എന്ന് പറയുന്ന ഈ കർവിൽ നിങ്ങൾ നോക്കിക്കേ, വോളിയത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വെറുതെ ഒരു സ്കെയിൽ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം വോളിയത്തിന്റെ ചേഞ്ച് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ദാറ്റ് മീൻസ് ഈ ഒരു ഫേസിൽ അല്ലെങ്കിൽ ഈ ഒരു അലോങ് ദിസ് CD കർവ് ദ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എക്സിസ്റ്റിംഗ് ആസ് എ ലിക്വിഡ്. ഇനി ഫർദർ ടെമ്പറേച്ചർ നമ്മൾ വീണ്ടും റെഡ്യൂസ് ചെയ്തു. ദ ടെമ്പറേച്ചർ ദ പ്ലോട്ട് ഈസ് അറ്റ് 13.1 degree centigrade. The behavior is the same, but the length of this horizontal portion is large. കുറച്ചും കൂടി സമയം എടുക്കും നമ്മൾക്കൊരു ഗ്യാസ് ഫേസിലുള്ള സാധനത്തിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിക്വിഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെടുക്കേണ്ടി വരും? കുറച്ചും കൂടി നേരം പ്രഷർ അപ്ലൈ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ ഇനി നമ്മൾ ഇതിന് താഴെ വരയ്ക്കുകയാണെങ്കിൽ ഹൊറിസോണ്ടൽ പോർഷൻ ഇച്ചിരി കൂടി വലുതായിരിക്കും. ഇത് നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൂട്ടി വരുന്തോറും എന്ത് സംഭവിക്കും? ആസ് വി ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് അല്ലെങ്കിൽ as it approaches the critical temperature, the length of this horizontal portion decreases and finally it merges into a single point. മനസ്സിലായോ? നമ്മളുടെ ഒരു ഗ്യാസ്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസിനെ എടുത്തു, അത് 10 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ആ 10 ഡിഗ്രി സെന്റിഗ്രേഡിലുള്ള ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ ഫ്രം 10 ഡിഗ്രി ടു 30.98 ഡിഗ്രി അല്ലേ? അപ്പോൾ നമ്മൾ ആ ടെമ്പറേച്ചർ അങ്ങനെ കൂട്ടി കൊണ്ടുവരുമ്പോൾ ഈ ഹൊറിസോണ്ടൽ പോർഷന്റെ ലെങ്ത് കുറയുകയും ഫൈനലി അത് ഒറ്റ പോയിന്റിൽ വന്ന് നിൽക്കുകയും ആ പോയിന്റിൽ എല്ലാ ഗേഷ്യസ് മോളിക്യൂൾസും ലിക്വിഡ് മോളിക്യൂൾസ് ആയിട്ട് മാറുകയും ചെയ്യും. മനസ്സിലായോ? അതാണ് ആ ക്രിട്ടിക്കൽ പോയിന്റിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇനി ഈ പോയിന്റ്സിനെ എല്ലാം കൂടി നമ്മളൊന്ന് ജോയിൻ ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് എ ഡോം ഷേപ്ഡ് കർവ്. ഒരു ഡോമിനെ പോലെ ഇരിക്കുന്നില്ലേ ഇതിനെ? ഈ ഡോം ഷേപ്ഡ് കർവിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കേ, ഈ കർവിനുള്ളിൽ ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഇവിടെ തുടങ്ങുമ്പം ഒരു 10 മോളിക്യൂൾസ് ഉണ്ടെങ്കിൽ 9 പേര് ഗേഷ്യസ് സ്റ്റേറ്റിലും ഒരാൾ ലിക്വിഡ് സ്റ്റേറ്റിലും ആയിരിക്കും. As we increase the volume, decrease the volume, or as we compress the gaseous carbon dioxide, ഇങ്ങോട്ട് വരുന്തോറും എന്ത് സംഭവിക്കും? ആ ഗേഷ്യസ് സ്റ്റേറ്റിൽ നിന്നും ലിക്വിഡ് സ്റ്റേറ്റിലോട്ട് പോകുന്ന ആൾക്കാരുടെ എണ്ണം കൂടി വരും. ഇവിടെ വരുമ്പോൾ 10ൽ 10 പേരും ലിക്വിഡായിട്ട് മാറിയിട്ടുണ്ടാകും. ഇവിടെയും അങ്ങനെ തന്നെയാണ്. ഇവിടെ 2 പേര് ലിക്വിഡ് ആവുന്നു എന്ന് വിചാരിക്കുക, ഇവിടെ ഒരാൾ വെച്ചിട്ടേ ലിക്വിഡ് ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ചും കൂടി സമയമെടുക്കും. അതുകൊണ്ട് ആ പ്രഷർ നമ്മൾ കുറച്ചും കൂടി മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇൻ ദിസ് ഡോം ഷേപ്ഡ് കർവ് ദർ ഈസ് എ കോഎക്സിസ്റ്റൻസ് ഓഫ് ലിക്വിഡ് ആൻഡ് ദ ഗേഷ്യസ് ഫേസ്. അതാണ് ഇത്. ഈ പടം നോക്കിക്കേ, നമ്മൾ കംപ്രസ് ചെയ്യുമ്പോൾ കുറച്ച് പേര് ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുന്നു, കുറച്ച് പേര് ലിക്വിഡ് സ്റ്റേറ്റിൽ നിൽക്കുന്നു. അതാണ് ഈ പോയിന്റിൽ അല്ലെങ്കിൽ ഈ പ്ലോട്ടിന്റെ ഈ ഭാഗം റെപ്രസെന്റ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് ദിസ്, അതായത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഇവിടം വരെ കൊണ്ടുവരുമ്പോൾ ഇവിടം വരെ അത് ഗേഷ്യസ് ഫേസിലാണ് നിൽക്കുന്നത്, ഇതിന് മുകളിലാണ് അത് ലിക്വിഡായിട്ട് മാറുന്നത്. ഈ പടത്തിൽ നോക്കുകയാണെങ്കിൽ ഇവിടം വരെ ഇത് ഗ്യാസ് ആണ്, ഇതിന് നോക്കുകയാണെങ്കിൽ ഇവിടം വരെ ഗ്യാസ് ആണ്. അപ്പൊ ഈ ഗ്രീൻ ഏരിയ എന്ന് പറയുന്നത് എല്ലാ പാർട്ടിക്കിൾസും ഗേഷ്യസ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സ്റ്റേജ് ആണ്. എല്ലാവരും ഗേഷ്യസ് ആണ് അല്ലേ? അതേസമയം ഇ എന്ന് പറയുന്ന പോയിന്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവരെല്ലാവരും എന്താ? ലിക്വിഡ് ആണ്. സി എന്ന് പറയുന്ന പോയിന്റ് കഴിയുമ്പോൾ എല്ലാവരും ലിക്വിഡ് ആണ്. ജെ എന്ന് പറയുന്ന പോയിന്റ് കഴിയുമ്പോൾ എല്ലാവരും ലിക്വിഡ് ആണ്. അപ്പോൾ ഈ ഇ എന്ന് പറയുന്ന ഈ പ്ലോട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിന്റെ ഇപ്പുറം ഭാഗം എല്ലാവരും, അതാണ് ഈ പിങ്ക് കളർ വെച്ച് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കംപ്രസ് ചെയ്തു, എല്ലാ ഗേഷ്യസ് മോളിക്യൂൾസും ലിക്വിഡ് ആയിട്ട് മാറി. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എക്സിസ്റ്റിംഗ് ആസ് ലിക്വിഡ് ഹിയർ, ഗ്യാസ് ഹിയർ. Here it is the coexistence of liquid and gaseous carbon dioxide. അപ്പോൾ ഇവിടെ ഇ എന്ന് പറയുന്ന പോയിന്റ് നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ്. പി സി എന്ന് പറയുന്നത് നമ്മളുടെ ക്രിട്ടിക്കൽ പ്രഷർ ആണ്. ആ പോയിന്റിൽ അല്ലെങ്കിൽ ആ ക്രിട്ടിക്കൽ പ്രഷറിലും ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലും ഗേഷ്യസ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയമാണ് ക്രിട്ടിക്കൽ വോളിയം എന്ന് പറയുന്നത്. നമ്മൾ പറയും കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് ഉണ്ടെന്ന് നമ്മൾ പറയുന്നതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലിക്വിഡ്സിനെ നമ്മൾ പറയുന്നത് ഡെൻസ് ഗ്യാസ് എന്നാണ് പറയുക. ഡെൻസിറ്റി കൂടിയ ഗ്യാസിന് ലിക്വിഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഗ്യാസിനെയും ലിക്വിഡിനെയും കൂടെ കമ്പൈൻ ചെയ്ത് നമ്മൾ വിളിക്കുന്ന ഒരു കോമൺ നെയിമാണ് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഹാവിങ് എബിലിറ്റി ടു ഫ്ലോ.
ഫ്ലോ ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ് ഗ്യാസും ലിക്വിഡ് എന്ന് പറയുന്നത് അല്ലേ. അപ്പം ഈ ഒരു കർവ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കർവിൽ അലോങ് ദിസ് കർവ് ഓൾ ദ ഗ്യാസ് മോളിക്യൂൾസ് ഗെറ്റ് കൺവേർട്ടഡ് ടു എ ലിക്വിഡ് വിത്തൗട്ട് എനി ഡിസ്കണ്ടിന്യൂറ്റി. ഒറ്റ പോയിന്റിലാണ് എല്ലാ ഗ്യാസ് മോളിക്യൂൾസും ലിക്വിഡായിട്ട് മാറുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയും, ഈ ഗ്രാഫ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു പറയാമോ? ഇറ്റ് ഈസ് ദ കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ്. ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലോട്ട് ഒരു ബ്രേക്കും ഇല്ലാതെ കൺവേർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഗ്യാസിൽ ഈ ഒരു ഗ്രാഫിൽ കൂടെ നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. ദർ ഇസ് കണ്ടിന്യൂറ്റി ഓഫ് സ്റ്റേറ്റ് ബിറ്റ്വീൻ ദി ഗ്യാസ് ആൻഡ് ലിക്വിഡ്. ഐസോപിക്നിക് പോയിന്റ് എന്ന് പറയുന്നത്, ഐസോപിക്നിക് നമ്മളുടെ പുസ്തകത്തിലൊന്നും ഇല്ല കേട്ടോ ഈ ഒരു ടേം, ഇത് കണ്ടപ്പോൾ ഞാൻ വെറുതെ എഴുതിയിട്ടു എന്നുള്ളതേ ഉള്ളൂ. ക്രിട്ടിക്കൽ പോയിന്റിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് ഐസോപിക്നിക് പോയിന്റ് എന്ന് പറയുന്നത്. corresponds to a critical pressure of 73 atmospheres and a critical temperature of 30.98 degrees centigrade. ഐസോപിക്നിക് എന്ന് പറഞ്ഞാൽ ഈക്വൽ ഡെൻസിറ്റി, അതായത് ഈ ഒരു പോയിന്റിൽ നമ്മളുടെ ഗ്യാസിനും ലിക്വിഡിനും ഒരേ ഡെൻസിറ്റി ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ ഐസോപിക്നിക്. പൈക്നോമീറ്റർ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, ഡെൻസിറ്റി മെഷർ ചെയ്യുന്ന. ഐസോ ഈക്വൽ, സോ ദേ ആർ ഹാവിങ് ഈക്വൽ ഡെൻസിറ്റി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുവാണ്. ഇതിനകത്ത് ക്രിട്ടിക്കൽ കോൺസ്റ്റൻസിന്റെ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ ക്രിട്ടിക്കൽ കോൺസ്റ്റൻസ് ഒക്കെ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഞാനൊരു ചെറിയൊരു ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുവാണ്. രണ്ട് ഗ്യാസുകളുണ്ട്, അതായത് അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. അമോണിയയുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 405.5 കെൽവിനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 304.10യുമാണ്. വിച്ച് വിൽ ലിക്വിഫൈ ഫസ്റ്റ് ആസ് വി ഡിക്രീസ് ദ ടെമ്പറേച്ചർ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? അമോണിയ 405.5 കെയിലാണ്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ആണ് TC 304.1 ആണ്. നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന സിസ്റ്റമാണ്, നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരുവാണ്. അപ്പോൾ ഇതിനകത്ത് കാർബൺ ഡൈ ഓക്സൈഡും അമോണിയയും കൂടെ എടുത്തിരിക്കുന്ന മിക്സ്ചർ ആണെന്ന് വിചാരിക്കുക. അതിനകത്തുനിന്ന് ടെമ്പറേച്ചർ ഹൈ ആയിട്ട് ഒരു 500 ഇരിക്കുന്നതാണെന്ന് വിചാരിക്കുക. അതിനെ നമ്മൾ തണുപ്പിച്ച് കൊണ്ടുവരുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ആദ്യം ലിക്വിഫൈ ചെയ്യുന്നത് ആരായിരിക്കും? അമോണിയ ആയിരിക്കുമോ കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കുമോ? ആരെങ്കിലും ഉത്തരം എനിക്ക് എഴുതി അയക്കുക ഇത് കേട്ടതിന് ശേഷം. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് 31.1 ഡിഗ്രി സെന്റിഗ്രേഡ് ആൻഡ് ദാറ്റ് ഓഫ് മീഥെയ്ൻ ഇസ് -81.9 ഡിഗ്രി സെന്റിഗ്രേഡ്. സോ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ 31.1 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്, മീഥെയിൻ്റെത് -81.9 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. വിച്ച് ഹാസ് സ്ട്രോങ് ഇന്റർമോളിക്കുലാർ ഫോഴ്സസ്? ഇതിനകത്ത് ഈ രണ്ടു പേരിൽ ആർക്കാണ് കൂടുതൽ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഉള്ളത്? ഈ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം ഈ വീഡിയോ കണ്ടതിന് ശേഷം എന്നെ വിളിച്ച് അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യണം. ആരാണോ ആദ്യം പറയുന്നത് ഞാൻ അവർക്കൊരു സമ്മാനം തരുന്നതായിരിക്കും. ഇതൊരു യൂട്യൂബ് വീഡിയോ ആണ്. ഇത് ഒരു കാർട്ടൂൺ സ്റ്റൈലിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഈ ആൻഡ്രൂസ് എക്സ്പെരിമെന്റും ഇതിന്റെ ഒബ്സർവേഷൻസും കൺക്ലൂഷൻസും ഒക്കെ കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാവും. സോ വാച്ച് ഇറ്റ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.